കൊല്ലത്ത് വൻ ലഹരിവേട്ട 7 ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പുകളുമായി യുവാവ് പിടിയിൽ. കൊല്ലം കല്ലുംതാഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത്. ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാനായി കവറുകളിൽ പേരെഴുതി സൂക്ഷിച്ചെന്നും എക്സൈസ് മനോജ് ചേരുന്നു. മനോജ്, വിശദാംശങ്ങൾ. അനന്ത്യാർ ഈ കല്ലുംതാഴം സ്വദേശി അവിനാശിന്റെ വീട്ടിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ 89 മില്ലിഗ്രാം LSD സ്റ്റാമ്പും അതോടൊപ്പം തന്നെ കഞ്ചാവും കണ്ടെത്തിയിട്ടുള്ളത്. അതായത് ഈ പിടിയിലായ പ്രതി ഉപയോഗശേഷം ഈ ഹൈബ്രിഡ് കഞ്ചാവുകൾ കവറിലാക്കി പേരെഴുതി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ ഉപയോഗിച്ച കഞ്ചാവുകളുടെ ആൽബം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കവറിൽ സൂക്ഷിച്ചത് എന്ന് ഈ പ്രതി എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പ്രതിക്ക് ഈ കഞ്ചാവുകളോടൊരു ഹരമായിരുന്നു. അതായത് വീര്യം കൂടിയ ഇനത്തിൽപ്പെട്ട ഈ ഹൈബ്രിഡ് കഞ്ചാവുകളൊക്കെ ഉപയോഗശേഷം അതൊക്കെ ശേഖരിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. 2000 രൂപ മുതൽ 10,000 വരെ ഗ്രാമിന് വിലയുള്ള കഞ്ചാവുകൾ എവിടെ കിട്ടിയാലും ഈ അവിനാശ് പോയി വാങ്ങും. അതിനുശേഷം അത് സൂക്ഷിച്ചു വെക്കും. ഈ അവിനാശ് എന്ന് പറയുന്ന 27-കാരൻ മർച്ചന്റ് നേവി വിദ്യാർത്ഥി. അത് പഠനമെല്ലാം കഴിഞ്ഞ് നിലവിൽ ജോലിയൊന്നും ഇല്ലാതെ ഈ ഒരു അതായത് കഞ്ചാവ് ശേഖരണവുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ജില്ലയിൽ ഈ മാസത്തെ ആദ്യത്തെ ഈ LSD സ്റ്റാമ്പിന്റെ കേസ് കൂടിയാണ്. അതായത് ഈ സ്റ്റാമ്പ് കളക്ഷൻ പോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളിൽ മാത്രം കിട്ടുന്ന കഞ്ചാവ് സൂക്ഷിക്കുക എന്നുള്ളതായിരുന്നു ഈ പ്രതി ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഈ വിദേശ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കഞ്ചാവ് ഇവിടെ എത്തി എന്നുള്ളത് എക്സൈസ് സംഘം അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പിടിയിലായ അവിനാശ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. പലതരത്തിൽ കവറുകളിലായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവും അതോടൊപ്പം തന്നെ സ്റ്റാമ്പും അടക്കം എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. ഇയാൾ നേരത്തെയും MDMA കേസുകളിൽ പ്രതിയാണ് എന്നുള്ള വിവരമാണ് എക്സൈസ് സംഘം പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ പരിശോധന ഇനിയും തുടരുമെന്നാണ് എക്സൈസ് സംഘം അറിയിച്ചിട്ടുള്ളത്. വ്യത്യസ്തനാണ് ലഹരി കേസിലെ ഈ പ്രതി. കൊല്ലത്ത് വൻ ലഹരിവേട്ട 7 ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പുകളുമായി യുവാവ് പിടിയിൽ. കൊല്ലം കല്ലുംതാഴം സ്വദേശി അവിനാശ് ശശിയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റിന്റെ പിടിയിലായത്. മനോജാണ് വിവരങ്ങൾ നൽകിയത്.